Chapter 2 Collection of Data. Collection of data may be defined as an investigation into a phenomena that can be expressed in numbers. Collection of data എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു എ ഫിനോമിന. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഡേറ്റ കളക്ട് ചെയ്യുകയാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അത് നമ്പേഴ്സായിട്ടാണ് നമ്മൾ ആ ഡേറ്റ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കണ്ടക്ടിങ് എ സർവേ ടു ഫൈൻഡ് ഔട്ട് ദി നമ്പേഴ്സ് ഓഫ് ഇലിറ്ററേറ്റ്സ് ഇൻ എ വില്ലേജ്. അതിന് എക്സാമ്പിൾ, കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു. എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ഇലിറ്ററേറ്റ്സ്, നിരക്ഷരർ, ഒരു ഗ്രാമത്തിൽ എത്ര നിരക്ഷരരുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു സർവേ നടത്തുന്നു. അത് കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് ഒരു എക്സാമ്പിളാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്: പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്, സാമ്പിൾ, ഇൻവെസ്റ്റിഗേറ്റർ, എന്യൂമറേറ്റർ, റെസ്പോണ്ടൻറ്റ്. അപ്പോൾ അഞ്ച് കൺസെപ്റ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്, സാമ്പിൾ, ഇൻവെസ്റ്റിഗേറ്റർ, എന്യൂമറേറ്റർ, റെസ്പോണ്ടൻറ്റ്. ഇനി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് എന്താണ്? എ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് refers to any collection of specific group of human being or non-human objects such as educational institution, time, geographical area, supply and demand of a commodity. Population or universe എന്ന് പറയുന്നത് എന്താണ്? A population or universe refers to any collection of specific group of human being, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഓർ നോൺ ഹ്യൂമൻ ഒബ്ജക്റ്റ് സച്ച് എസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ടൈം, ജിയോഗ്രഫിക്കൽ ഏരിയ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഓർ നോൺ ഹ്യൂമൻ ഒബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി വോണ്ട് ടു സ്റ്റഡി ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് studying in a higher secondary school. We will consider the height of entire students and studying in that higher secondary school. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് വി വോണ്ട് ടു സ്റ്റഡി ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ എ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു ആവറേജ് ഹൈറ്റ്, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് അറിയാൻ വി വിൽ കൺസിഡർ ദി ഹൈറ്റ് ഓഫ് എൻറ്റയർ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ ദ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ആവറേജ് ഹൈറ്റ് അറിയാൻ വേണ്ടി ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ ഇസ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അപ്പോൾ ആ സ്കൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. സാമ്പിൾ എന്ന് പറയുന്നത് ആ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോർഷനാണ്. ഫോർ എക്സാമ്പിൾ, suppose we want to study the average height of the students studying in a school, then we will consider the height of a portion of students studying in that school. അപ്പോൾ നമുക്ക് ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ആവറേജ് ഹൈറ്റ് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദെൻ വി വിൽ കൺസിഡർ ദി ഹൈറ്റ് ഓഫ് എ പോർഷൻ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ മൊത്തം സ്റ്റുഡൻസിന് എടുക്കില്ല, ഒരു പോർഷൻ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കും. ദാറ്റ് പോർഷൻ ഓഫ് സ്റ്റുഡൻസ് ടേക്കൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എൻറ്റയർ സ്കൂൾ ഇസ് എ സാമ്പിൾ. അപ്പോൾ നമ്മൾ മൊത്തം സ്കൂളിലെ സ്റ്റുഡൻസിൽ നിന്ന് ഒരു പോർഷൻ ഓഫ് സ്റ്റുഡൻസിനെ സാമ്പിളായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ പോർഷൻ ഓഫ് സ്റ്റുഡൻസിനെ പറയുന്ന പേരാണ് സാമ്പിൾ, റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ദി എൻറ്റയർ സ്കൂൾ. In investigator, the investigator is a person, institution or government that is responsible for conducting the statistical enquiry and data collection. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഗവൺമെൻറ് ആവാം. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. അവരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുന്നത് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ് ഇൻവെസ്റ്റിഗേറ്റർ. Enumerator is the person who actually collects the data of enquiry. Enumerator എന്ന് പറയുന്നത് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നവരാണ്. If investigator himself collect the data, then he is both investigator and enumerator. ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, ഈ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്കിൽ ആ ഒരാൾ തന്നെയായിരിക്കും ഇൻവെസ്റ്റിഗേറ്ററും എന്യൂമറേറ്ററും. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എന്യൂമറേറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേറ്റർ വേറെയും എന്യൂമറേറ്റർ വേറെയാണ്. ഇനി റെസ്പോണ്ടൻറ്റ്, ദി പേഴ്സൺ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റിഗേറ്റർ ഓർ എന്യൂമറേറ്റർ ഇസ് കോൾഡ് റെസ്പോണ്ടർ ഓർ informant.
ദി പേഴ്സൺ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്ററിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആളാണ് റെസ്പോണ്ടൻ്റ് അല്ലെങ്കിൽ ഇൻഫോർമൻറ്റ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഫാമിലി പോലെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്, ആവറേജ് ഹൈറ്റാണ് എടുക്കണമെങ്കിൽ ഇത് സ്കൂളിലെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സാമ്പിളായിട്ട് സ്റ്റുഡൻസിനെ എടുക്കുന്നു. ഇനി സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. പ്ലാനിംഗ് സ്റ്റേജ്. ബിഫോർ സ്റ്റാർട്ടിംഗ് ഡേറ്റ collection, an investigator has to define the problem and study, define the purpose of study, find out the various sources of information for the study, find out the tool and technique of data collection for study, determine the units for data collection. അപ്പോൾ സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. സ്റ്റേജസ് എന്ന് പറയുന്നത് പ്ലാനിംഗ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് പ്ലാനിംഗ് സ്റ്റേജ്. പ്ലാനിംഗ് സ്റ്റേജിൽ നമ്മൾ ഡേറ്റ കളക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡിയെ കുറിച്ച് ഡിഫൈൻ ദി പ്രോബ്ലം ഓർ സ്റ്റഡി. ഇപ്പോൾ ഫസ്റ്റ് വൺ ഡിഫൈൻ ദ പ്രോബ്ലം ഓർ സ്റ്റഡി, ഡിഫൈൻ ദ പർപ്പസ്. ഈ സ്റ്റഡിയുടെ ലക്ഷ്യം എന്താണ് അത് ഡിഫൈൻ ചെയ്യണം. ഫൈൻഡ് ഔട്ട് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ സ്റ്റഡി. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഫൈൻഡ് ഔട്ട് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡിറ്റർമിൻ ദ യൂണിറ്റ് ഫോർ ഡേറ്റ കളക്ഷൻ. എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിൻ ദ യൂണിറ്റ്സ് ഫോർ ഡേറ്റ കളക്ഷൻ. അപ്പോൾ ഇതാണ് പ്ലാനിംഗ് സ്റ്റേജ്. എക്സിക്യൂഷൻ സ്റ്റേജാണ് അടുത്ത സ്റ്റേജ്. ഇൻ ദ എക്സിക്യൂഷൻ സ്റ്റേജ് ദ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ കളക്ട് ഡേറ്റ ഓർ ഹീ ക്യാൻ അപ്പോയിൻറ്റ് എന്യൂമറേറ്റേഴ്സ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ ഇൻവെസ്റ്റിഗേറ്ററിന് ഒന്നുകിൽ ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സിനെ വെച്ച് ഡേറ്റ കളക്ട് ചെയ്യുക. ദ എന്യൂമറേറ്റർ ഷുഡ് ബി ട്രെയിൻ ടു കണ്ടക്ട് എന്യൂമറേഷൻ വർക്ക്. എന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. എങ്ങനെയൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ വേണം. അപ്പോൾ നമ്പർ 3, ആഫ്റ്റർ ഡേറ്റ കളക്ഷൻ ദ ഡേറ്റ കളക്റ്റഡ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ്, പ്രസൻറ്റഡ്, അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ ഡേറ്റ കളക്ട് ചെയ്തത് മുഴുവൻ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്, പ്രസൻറ്റഡ്, അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. നമ്മൾ ഒരു പേപ്പറിൽ ഇപ്പോൾ ക്വസ്റ്റ്നെയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്നെയർ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളത് ഒരു ടാബുലർ ഫോമിലാക്കണം. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇനി സോഴ്സസ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്. ഇനി ഇൻറ്റേർണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ ഡേറ്റ ആർ കളക്റ്റഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഡേറ്റ സൂക്ഷിച്ചിരിക്കും. ആ ഡേറ്റയ്ക്കാണ് ഇൻറ്റേർണൽ ഡേറ്റ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡ്, നമുക്ക് പുറത്തുനിന്ന് നമ്മൾ കാര്യങ്ങൾ ഡേറ്റ ശേഖരിക്കുന്നതിനാണ് എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി ഡേറ്റ സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഡേറ്റ സോഴ്സസ് ആർ ദോസ് ഡേറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ. ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഇത് ഈ ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. 4 മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ. പ്രൈമറി ഡേറ്റ കളക്ഷന് 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റനെയർ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ലോക്കൽ റിപ്പോർട്ടേഴ്സ്. അപ്പോൾ 4 മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ: ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റനെയർ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ലോക്കൽ റിപ്പോർട്ടേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ദി ഇൻവെസ്റ്റിഗേറ്റർ കളക്റ്റഡ് ദി ഡേറ്റ പേഴ്സണലി. ഹി അപ്രോച്ചസ് ദ ഒബ്ജക്റ്റ്, കണ്ടക്ട് എൻക്വയറി ഓൺ ദി സ്പോട്ട്, കളക്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഈ സൈഡിൽ ബ്ലാക്ക് ഹാറ്റൊക്കെ വെച്ചിരിക്കുന്ന ആൾ എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഈ ആളുകളുടെ അടുത്ത് ചെന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുന്നു. എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റർ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു.
ഇനി ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഡു നോട്ട് കളക്ട് ഡേറ്റ ഡയറക്ട്ലി, ഇൻസ്റ്റെഡ് ഹി ഗെറ്റ്സ് ഇറ്റ് ത്രൂ ഹിസ് എന്യൂമറേറ്റർ. അപ്പോൾ ഈ ഇതിൽ നമുക്കറിയാം ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുകയല്ല, വേറൊരാൾ മുഖേന ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റനെയർ. അപ്പോൾ ദിസ് മെത്തേഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഡൺ ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ സെൻഡിങ് ക്വസ്റ്റനെയർ. അപ്പോൾ ഇവിടെ കാണാം ക്വസ്റ്റനെയർ അയക്കുന്നു, അത് ഫില്ല് ചെയ്ത് തിരിച്ച് അയക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേറ്റർ ഇൻഫോർമൻറ്റ്. ഇൻവെസ്റ്റിഗേറ്റർ ക്വസ്റ്റനെയർ തപാലിൽ അയക്കുന്നു, അവരത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുന്നു. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ലോക്കൽ റിപ്പോർട്ട്സ്. In this method, data are through local agents or correspondent. They collect information in their own fashion according to their likes and dislikes. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ ഒരു ഏജൻസീനെ ഏൽപ്പിക്കുകയാണ് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് പറയുന്നതാണ് ലോക്കൽ റിപ്പോർട്ട്സ്. അപ്പോൾ ഒരു ഏജൻസീനെ ഏൽപ്പിച്ച് ഏജൻസി മുഖാന്തരം വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ ഇത് 4 മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റനെയർ, ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ലോക്കൽ റിപ്പോർട്ട്സ്. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ആക്യുറസി, യൂണിവേഴ്സാലിറ്റി, റെസ്പോൺസ്, ടൈം ആൻഡ് എനർജി, അതിൻ്റെയൊക്കെ വ്യത്യാസമാണ്. ഇപ്പം റിലയബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ ഹൈ ആയിരിക്കും അതിൻ്റെ റിലയബിലിറ്റി. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ആവറേജ് ആയിരിക്കും. മെയിൽഡ് ക്വസ്റ്റനെയറിൽ ലോ ആയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ലോക്കൽ റിപ്പോർട്ട്സും വെരി ലോ ആയിരിക്കും. ഇനി ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് നേരിട്ട് എന്ന് അന്വേഷിക്കുന്നതിൽ ഹൈ ആയിരിക്കും. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ഒബ്ജക്റ്റിവിറ്റി ആവറേജ് ആയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റനെയർ ലോ ആയിരിക്കും, വെരി ലോ ആയിരിക്കും. അത് എല്ലാത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിലാണ് എല്ലാം ഹൈ, ഗുഡ്, വെരി ഹൈ ആണ് എല്ലാം. അതായത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ നേരിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം വളരെ റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ആക്യുറസി, യൂണിവേഴ്സാലിറ്റി, റെസ്പോൺസ് എല്ലാം വെരി ഹൈ ആണ്. ബാക്കി ആവറേജ്, ലോ, വെരി ലോ ആണ്. ഇനി സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സോഴ്സസ് ആർ ദോസ് ഡേറ്റ ദാറ്റ് ആർ ഓൾറെഡി കളക്റ്റഡ് ബൈ അതേഴ്സ്. അപ്പോൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല പബ്ലിഷ്ഡ് സോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് സോഴ്സസ് ആയിരിക്കും. ഈ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് റിപ്പോർട്ട് ഫ്രം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്, റിപ്പോർട്ട് ഓഫ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ്, റിപ്പോർട്ട്സ് ഫ്രം ഗവൺമെൻറ് പബ്ലിക്കേഷൻ, reports of semi-government publications, reports of commercial research, reports of educational research, reports of trade union, report of non-governmental organization, reports of journals, periodicals and newspapers. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്തതും ഉണ്ടാവാം, അൺപബ്ലിഷ് സോഴ്സസ് ഉണ്ടാകാം.